ഗുഡ് മോർണിംഗ് മാഡം. ആ മോർണിംഗ്, വരൂ. ടീച്ചർ അമ്മ ദൂരെ ഒരു അമ്പലത്തിൽ പോയിരിക്ക. അങ്ങ് ദൂരെ. വരും. മീനാക്ഷിയുടെ കാര്യമാണോ? മീനാക്ഷി പുറത്തു പോയിരിക്കാം മോളെ. അത് മാർക്കറ്റില്. ഫിഷ് വാങ്ങിക്കാൻ പോയതാണോ? ഫിഷും വാങ്ങിക്കും. എന്താ മോൾക്ക് ഫിഷ് ഇഷ്ടമാണോ? മോൾക്ക് ഫിഷിന്റെ കണ്ണാ ഇഷ്ടം. വല്യപ്പച്ചൻ എപ്പോഴും തരും. അത് കൊള്ളാലോ. എന്റെ മാഡം, വെറുതെ കമ്പത്തിന് തിരി കൊളുത്തല്ലേ. തുടങ്ങിയാ പിന്നെ ഇപ്പോഴെങ്ങും നിർത്തില്ല. ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കും. വല്യപ്പച്ചന്റെ വാചകോടിയായിരിക്കും കിട്ടിയിരിക്കുന്നത്. വക്കീലല്ലേ? ഇക്കണക്കിന് പോയാൽ സ്നേഹമോളൊരു വക്കീലായത് തന്നെ അല്ലേ മോളെ? ആഹാ, എങ്കി പിന്നെ ഡോക്ടറും കൂടി അയക്കൂ. എന്തിനാ കുറയ്ക്കുന്നേ? പക്ഷേ സിറിഞ്ച് കണ്ടാ പനി പിടിക്കുമെന്നേ ഉള്ളൂ. ഓരോ നേരത്തും ഓരോന്നാ. ഡോക്ടർ ആന്റിയെ കാണുമ്പോ ഡോക്ടർ, വല്യപ്പച്ചന്റെ അടുത്ത് വരുമ്പോ വക്കീല്. ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാ ടീച്ചർ കൂടി ആയത്. കുട്ടികൾ അങ്ങനെയാ. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും കന്യാസ്ത്രീ ആകണമെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അതെപ്പോഴും പ്രാർത്ഥിക്കണോണ്ടാ. എപ്പോഴും പ്രാർത്ഥിക്കാൻ സ്നേഹമോൾക്ക് വയ്യ. കളിക്കണ്ടേ? ആ മിണ്ടാത്താന്റിയും കൂടി വന്നിരുന്നെങ്കിൽ കളിക്കായിരുന്നു. ഒന്നടങ്ങ്. ആന്റി ഇപ്പോഴിഞ്ഞെത്തും. ആ പിന്നെ ഇവിടെ വേറൊരു ആന്റി കൂടി വന്നിട്ടുണ്ട്. മോക്ക് കാണണ്ടേ? അതാരാ? അത് ടീച്ചർ അമ്മൂമ്മയുടെ മോളാ. ശരിക്കും? രേണുക എന്നാ പേര്. നല്ല പേരാണല്ലോ. സ്നേഹമോളോട് കൂടെ കളിക്കാൻ കൂടോ? കളിക്കാനൊന്നും ഇപ്പൊ ആന്റിക്ക് പറ്റില്ല മോളെ. അതെന്താ? ആന്റിക്ക് നല്ല സുഖമില്ല. വാ, ആന്റിയെ കാണിച്ചു തരാം. വാ ക്ലാരമ്മേ, ആന്റിയെ കാണണ്ടേ? മാഗിയമ്മേ വാ. ആഹാ, ഇവിടെ വന്ന് നിൽക്കാണോ? വാ വാ. ഇവിടെ ഇരിക്കെ. ദേ, രേണുകയെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. മോൾ അറിയോ ഇവരെ? കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞാലൊക്കെ അനുസരിക്കും. മോളെന്താ ഒളിച്ചു നിൽക്കുന്നേ? ദേ, ഈ ആന്റിയെ കണ്ടോ? ഇങ്ങോട്ട് വന്നേ. ഞാൻ വരില്ല. എന്താ വരാത്തെ? ടീച്ചർ അമ്മൂമ്മയുടെ മോളാ രേണുക ആന്റി. വാ, വന്ന് ആന്റിയോട് സംസാരിച്ചേ. ഞാൻ വരില്ല. എനിക്ക് പേടിയാ. ഭ്രാന്തി ഇത്.
മോളെ അങ്ങനെയൊന്നും പറയരുത്. വാ, വന്ന് സംസാരിക്കേ. വാ. ഇല്ല, ഞാൻ ചെല്ലത്തില്ല. ഇല്ല, പ്രാന്തിയാ. എനിക്ക് പേടിയാ. ഇല്ല മോളെ, ഈ ആന്റി പാവല്ലേ, ടീച്ചറമ്മയുടെ മോളല്ലേ. വാ. എനിക്ക് പേടിയാ. ഇല്ല, പ്രാന്തിയാ. വാ ക്ലാരമ്മ, എനിക്ക് പേടിയാവുന്നു. വാ ക്ലാരമ്മ, നമുക്ക് പോവാം. മോളെ ക്ലാരമ്മ, എനിക്ക് പേടിയാവുന്നു. ക്ലാരമ്മ, അത് പ്രാന്തിയാ. ക്ലാരമ്മ നമ്മളെ പിടിച്ച് തിന്നു. വാ ക്ലാരമ്മ, മോളെ വാ ക്ലാരമ്മ. മോളെ രേണുകേ, മോളെ ഇങ്ങോട്ട് നോക്കിയേ. അറിയോ എന്നെ? അറിയോ? ഇടയ്ക്കിടയ്ക്ക് കൈവിരലുകൾ ഇങ്ങനെ എണ്ണാറുണ്ട്. എന്താ ഇതിന്റെ കാരണമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഇപ്പോഴും ഗർഭിണിയാണെന്നുള്ള തോന്നലായിരിക്കും. അതിന്റെ കൂട്ടലും കിഴിക്കലും ഒക്കെ ആകാനാണ് സാധ്യത. അത് ശരിയാ മദർ, അങ്ങനെ ആകാനാണ് സാധ്യത. നമസ്കാരം ഗിരി. ഇറങ്ങിന്നറിഞ്ഞു. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒത്തു കിട്ടിയത് ഇപ്പോഴാ. അതെന്ത് പോക്കാ ഗിരി, ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ കാണിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? സുഹൃത്തെ, താനൊരു പാവമാണെന്ന് എനിക്കറിയാം. തൻ്റെ അളിയൻ തന്നെ ബലിയാടാക്കിയതാണെന്നും അറിയാം. പക്ഷെ എന്തു ചെയ്യാം, വായിക്കുരുത്ത നുണഞ്ഞിറക്കിയല്ലേ പറ്റൂ. ഏതായാലും തൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാ രേണുക തിരിച്ചു വന്നത്. അല്ലെങ്കിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും പോയരെ, അല്ലാതാർക്കാ? പ്ലീസ്, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. എങ്ങോട്ട്? എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. നീയൊക്കെ കൂടി എൻ്റെ അനുജത്തിയുടെ ജീവിതം തകർത്തിട്ടും മര്യാദയുടെ ഭാഷയല്ല ഞാൻ നിന്നോട് സംസാരിച്ചത്. എന്നിട്ടും എന്താടാ നിനക്കത്ര പുച്ഛം? എങ്ങോട്ടാ നിനക്കത്ര അത്യാവശ്യമായി പോകാനുള്ളത്? ഇപ്പോഴും നീ ആത്ത് കിടന്നിരുന്നെങ്കിലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ അനിയത്തിയുടെ പിന്നാലെ നീയോ നിന്റെ അളിയനോ മണത്ത് നടന്നാൽ അരിഞ്ഞു തള്ളി ഞാൻ. ധനപാലൻ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയോ? നിന്നോടോ? എന്തിനായിരുന്നടാ ആ പാവപ്പെട്ട കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അന്നേ അവളുടെ മരണം നിനക്ക് ഉറപ്പിച്ചൂടായിരുന്നോ? ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഭേദമല്ലായിരുന്നോ അത്? ആദ്യം നിന്റെ അളിയൻ, ഇപ്പൊ നീയും. ഈ ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ നീയൊക്കെ എണ്ണി എണ്ണി അനുഭവിക്കും. നോക്കിക്കോ. അതെ, ഒന്നുകൂടി കേട്ടുപോയിക്കോ. ഇപ്പോഴും നിന്റെ അളിയൻ എൻ്റെ അനുജിത്തൊരു ചുറ്റും മണപ്പിച്ച് നടക്കുന്നുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം ആ താലോലത്തിൽ കയറി ഇറങ്ങുന്നുണ്ട്. അരുന്ധതിയുമായി ചേർന്ന് അവനൊരുക്കുന്ന നാടകമുണ്ടല്ലോ, പൊളിച്ചടുക്കും ഞാൻ. ചെന്ന് പറഞ്ഞേക്ക് നിന്റെ അളിയനോട്, എൻ്റെ അനിയത്തിക്ക് കൂട്ടിരിക്കാൻ മേലാല താലോലത്തിൽ കയറരുതെന്ന്.
ഗംഗേച്ചി ആ ഇവിടെ ഉണ്ടായിരുന്നോ? അയാളല്ലേ ഇവിടെ? ആര്? അഡ്വക്കേറ്റ് ശ്യാം പ്രസാദ്, എന്റെ അളിയൻ. എന്താടാ, എന്താ കാര്യം? കാര്യോ? അയാള് കാരണം മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. അല്ല, എന്തു പറ്റി മോനെ? എന്താ ഉണ്ടായത്? വേണ്ട, അയാളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേ. അതിന് ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? സൺഡേ ആണെങ്കിൽ പോലും നേരം വെളുക്കുന്നതിന് മുമ്പ് അവ സ്ഥലം വിടും. പലരും കാത്തിരിക്കാനുണ്ടല്ലോ. ആ അതൊന്നറിയാൻ തന്നെ ഞാൻ വന്നത്. എന്താ അയാളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയണം. ഉദ്ദേശം എന്തുവാ? അവളെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് പോറ്റണം, അത്ര തന്നെ. എങ്കിലും ഒന്നറിയണമല്ലോ. എന്നിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. ഓഹോ, ഇപ്പോഴെങ്കിലും എന്റെ ആങ്ങളയ്ക്ക് ബുദ്ധി തോന്നിയല്ലോ. ഇതുവരെ ഞങ്ങൾ പറയുന്നൊന്നും നിനക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴെന്താ ഇങ്ങനെ തോന്നാൻ? അയാൾക്ക് അവളുടെ അടുത്തുനിന്ന് ഇറങ്ങാൻ നേരമില്ലാന്ന്, ഏത് നേരം കൂട്ടിരിപ്പാണെന്ന് പറഞ്ഞ മറ്റാരുമല്ല, അവളുടെ ചേച്ചിയുടെ ഭർത്താവ്, ആ ധനപാലൻ, ആ ഫ്രോഡില്ലേ, പറഞ്ഞെന്നെ തൊലിയുരിച്ചു കളഞ്ഞവൻ. തൊലി ഉരിയണടാ. അതുകൊണ്ട് മാത്രായില്ല, നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതാവണം. നാട്ടുകാര് നിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പണം, എന്നാലേ മതിയാവും. കെട്ടിയോളും ആങ്ങളെയും പറയുന്നത് മാത്രായിരുന്നല്ലോ വേദവാക്യം. ഞങ്ങള് രണ്ടുപേരും പരദൂഷണക്കാരായിരുന്നില്ലേ? അവളും അതിന് സപ്പോർട്ടാ. എങ്ങനെ അവൾക്ക് എന്നെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നീ തോറ്റാൽ അവളും തോക്കണം, എങ്കിലേ അവൻ പഠിക്കൂ. പുന്നാരപ്പങ്ങളുടെ കണ്ണീര് കണ്ട പൊന്നാങ്ങളൊക്കെ സഹിക്കില്ലല്ലോ. എന്ത് വേണമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് അയാളെ എനിക്കൊന്ന് കാണണം.